കാരണം ഇവിടെ ഒരു സൗഹൃദ സംഗമം, അത് ചായപ്പീടിയല്ല. ശരിക്കും പറഞ്ഞാൽ ചായപ്പീടിയേക്കാൾ പവിത്രമായ ഒരു സ്ഥലം ഇത്. കാരണം അതിൻ്റെ പവിത്രത പറയുന്ന കാരണം ഇവിടെ വിവിധ രാഷ്ട്രീയക്കാർ വരും, വിവിധ സുഹൃത്തുക്കൾ വരും, വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരും. അവരൊക്കെ കൂടി ആലോചിക്കുന്ന ഒരു സൗഹൃദ സംഗമത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ചായപ്പീടിയ. ശരിക്കും പറഞ്ഞാൽ വളരെ പഴക്കമുള്ള ഒരു ചായക്കടയാണിത്. ഉദ്ദേശം ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മളുടെ കാരണന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത് 103 വർഷക്കാലം പഴക്കമുള്ള ഒരു ചായക്കടയത്. അപ്പോൾ ഇവിടുത്തെ സുനിയാണ് ഇപ്പോൾ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ചാച്ചൻ്റെ കാലം തൊട്ടുള്ള കടയാണിത്. അപ്പോൾ അച്ചാച്ചൻ എന്നാണ് വേലുണ്ണി ആശാൻ എന്ന് പറയും. അതിന് ശേഷമാണ് സുനിയുടെ അച്ഛൻ ഈ ചായക്കട നടത്തിയിരുന്നത്. അദ്ദേഹവും മരണപ്പെട്ടു. ചായക്കടയുടെ താവഴി അത് തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി മകനായിട്ടുള്ള സുനി, അദ്ദേഹമാണ് ഇപ്പോൾ ഈ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നത്.